ഹലോ, ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് അടിപൊളി സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കലക്കി ഒഴിച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു പഴംപൊരി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. 3 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുക ചെയ്യരുത്, ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത പാൽ തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ 2 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എള്ള് അതിൻ്റെ ഇടയിൽ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു രസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ കേട്ടോ. വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം, നമ്മുടെ ചെറിയ ജീരകം അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ അതും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ എള്ള് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തവർ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കുറച്ച് ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ കോൺഫ്ലവർ എല്ലാവിടെയും ആവുന്ന പോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ ഒരു കുഴമ്പ് രൂപത്തിലാവുന്നവരെ ഇളക്കിയെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം കുറച്ച് ഇട്ടിട്ട് എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു രീതിക്ക് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തിങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ കൈ കൊണ്ട് ഇടാൻ പേടിയുള്ളവർ സ്പൂൺ കൊണ്ടൊന്ന് കോരിയിട്ടാലും മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഓരോ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതിലുള്ള തേങ്ങയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല മണമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പഴംപൊരി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പഴംപൊരിയേക്കാൾ ഒരു പടി മുന്നിൽ ഇതിനോട് ഇഷ്ടം തോന്നും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് കലക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവൊക്കെ ഒന്ന് കലക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് വേണമല്ലോ ഉണ്ടാക്കാൻ. ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ പഴംപൊരിയേക്കാളിലും കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് എല്ലാ പുറം ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത്രയ്ക്ക് എണ്ണ ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ മുങ്ങി നിൽക്കാൻ മാത്രം എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വാങ്ങി വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്.